നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും ജുഡീഷ്യറിയുടെ മേൽനോട്ടത്തിൽ തെരഞ്ഞെടുപ്പുകൾ നടത്തണമെന്നും KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ. വോട്ട് കൊള്ളയ്ക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച ഫ്രീഡം ലൈറ്റ് നൈറ്റ് TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ഉപജില്ലാ ശാസ്ത്ര ഗണിതശാസ്ത്ര IT പ്രവൃത്തി പരിചയമേള സെപ്റ്റംബർ 22-23 തീയതികളിലായി പഴഞ്ഞിയിൽ ഒരുക്കങ്ങളാകുന്നു. മേളയുടെ സുഗമമായ നടത്തിപ്പിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. സൗകര്യമായി ജീവിക്കാൻ അയൽവാസികളായ ചിലർ അനുവദിക്കുന്നില്ലെന്ന് ആരോപിച്ച് വീട്ടമ്മ രംഗത്ത്. ചൊവ്വന്നൂർ ചോഴിയാട്ടിൽ ഗോപി മകൾ CG സന്ധ്യയാണ് പ്രദേശവാസികളായ ചിലർക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നത്. രാഷ്ട്രീയ സ്വാധീനമുള്ള എതിർകക്ഷി തന്റെ പരാതികൾ അട്ടിമറിക്കുന്നുവെന്നും സന്ധ്യ. വാർത്തകൾ വിശദമായി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും ജുഡീഷ്യറിയുടെ മേൽനോട്ടത്തിൽ തെരഞ്ഞെടുപ്പുകൾ നടത്തണമെന്നും KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ. വോട്ട് കൊള്ളയ്ക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ A ടീമായി മാറി. കമ്മീഷനിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്ഥിതിയാണ്. ജുഡീഷ്യറിയുടെ മേൽനോട്ടത്തിലായിരിക്കണം തെരഞ്ഞെടുപ്പ് രാജ്യത്ത് നടക്കേണ്ടത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വോട്ടർ പട്ടിക അട്ടിമറിച്ച് വ്യാജ വോട്ടർമാരെ ചേർത്തതിന്റെ കേരള മാതൃകയാണ് തൃശൂരിൽ ഉണ്ടായതെന്നും പ്രതാപൻ കുറ്റപ്പെടുത്തി. BJPക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമില്ല, BJPക്ക് ഭരണഘടനയിൽ വിശ്വാസമില്ല. കാരണം ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ BJPക്ക് ഒരു പങ്കുമില്ല. അന്ന് BJP ഇല്ല, അന്ന് ഉണ്ടായിരുന്നത് ഹിന്ദു മഹാസഭയാണ്. സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ഹിന്ദു മഹാസഭയുണ്ട്. പിന്നീട് RSS വന്നു. അവർക്കൊന്നും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിത്തമില്ല. ഗാന്ധിജിയെ തള്ളിപ്പറഞ്ഞവർ, നെഹ്റുവിനെ തള്ളിപ്പറഞ്ഞവർ, സ്വാതന്ത്ര്യ സമര സേനാനികൾ തള്ളിപ്പറഞ്ഞവർ എന്തിന് ബ്രിട്ടീഷുകാർക്ക് ഒത്താശ ചെയ്തു കൊടുത്ത് ഞങ്ങൾക്ക് ഈ സ്വാതന്ത്ര്യ. പാവർട്ടി സംസ്കൃത കോളേജ് പരിസരത്തു നിന്നും നൂറുകണക്കിന് പ്രവർത്തകരുമായി ആരംഭിച്ച നൈറ്റ് മാർച്ച് പൂവത്തൂർ സെന്റർ ചുറ്റി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന പൊതുയോഗത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷനായി. AICC അംഗം അനിലക്കര ഭരണഘടനാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. DCC ഭാരവാഹികളായ PK രാജൻ, KK ബാബു, KB ജയറാം, സിജു പാവർട്ടി, AT സ്റ്റീഫൻ, മഹിളാ കോൺഗ്രസ് നേതാക്കളായ റൂബി ഫ്രാൻസിസ്, മീര ജോസ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ BV ജോയ്, ഷാജു തറകൻ, RM ബഷീർ, പ്രസാദ് വാഗ തുടങ്ങിയവർ സംസാരിച്ചു. സമാപന സമ്മേളനം KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാക്കളായ OJ ഷാജൻ, മഹേഷ് കാർത്തികേയൻ, അപ്പു ആളൂർ, ആൻഡോ ലിജോ, NA നൌഷാദ്, ജെയ്സൺ ചാക്കോ, PV നിവാസ്, ആൻഡോ പോൾ എന്നിവർ സംസാരിച്ചു. നൈറ്റ് മാർച്ചിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ചങ്ങലക്കിട്ട് പ്രധാനമന്ത്രി നടത്തിക്കൊണ്ടുപോകുന്ന പ്രതീകാത്മകമായ ദൃശ്യാവിഷ്കാരത്തിന് ഇഗ്നേഷ്യസ് തട്ടിലും മജീദ് വലിയകത്തും നേതൃത്വം നൽകി. യുവതിയുടെ സ്വകാര്യ ചിത്രങ്ങൾ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും വാട്സപ്പിൽ അയച്ചു നൽകുകയും യുവതിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിൽ യുവാവ് അറസ്റ്റിലായി. എടക്കഴിയൂർ വട്ടംപറമ്പിൽ 37 വയസ്സുള്ള ഇമ്രാജിനെയാണ് വടക്കേക്കാട് പോലീസ് കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നും പിടികൂടിയത്. ഇയാളെ കോടതി റിമാൻഡ് ചെയ്തു. 30-കാരിയായ യുവതിയെ കഴിഞ്ഞ വർഷം ജൂലൈ മുതൽ നിരന്തരം ശല്യപ്പെടുത്തുകയും ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. സെപ്റ്റംബറിൽ യുവതി പരാതി നൽകിയെങ്കിലും ഇയാൾ ഗൾഫിലേക്ക് കടന്നു. ഇതേ തുടർന്ന് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. ബുധനാഴ്ച പുലർച്ചെ ഇമ്രാജയെ കോഴിക്കോട് വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോഴാണ് പിടികൂടിയത്. SHO MK രമേശ്, C ബിന്ദുരാജ്, പ്രതീഷ്, പ്രജിത്ത് എന്നിവരടങ്ങുന്ന സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കുന്നംകുളം ഉപജില്ലാ ശാസ്ത്ര ഗണിതശാസ്ത്ര IT പ്രവൃത്തി പരിചയമേള സെപ്റ്റംബർ 22-23 തീയതികളിലായി പഴഞ്ഞിയിൽ നടക്കും. മേളയുടെ സുഗമമായ നടത്തിപ്പിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. കാട്ടകമ്പാൽ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മനോഹരന്റെ അധ്യക്ഷതയിൽ പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്ന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A മൊയ്തീൻ, പ്രിൻസിപ്പൽമാരായ വെങ്കിട്ടമൂർത്തി, ജനീർലാൽ, ഹെഡ് മിസ്ട്രസ് മേഴ്സി മാത്യു, വാർഡ് മെമ്പർ KT ഷാജൻ മാസ്റ്റർ, PTA പ്രസിഡന്റ് സാബു ഐനൂർ എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ വിവിധ ക്ലബ്ബ് പ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഉപജില്ലയിലെ വിദ്യാലയങ്ങളിൽ നിന്ന് 4500-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന മേള പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, മർത്തോമ സ്കൂൾ, മാർ ബസേലിയോസ് സ്കൂൾ എന്നിവിടങ്ങളിലായിട്ടാണ് നടക്കുക. മേളയുടെ രക്ഷാധികാരികളായി MP K രാധാകൃഷ്ണൻ, MLA AC മൊയ്തീൻ, ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് എന്നിവരെയും
പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ചെയർമാനായും 101 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. ഇതിൽ നിന്ന് വിവിധ സബ് കമ്മിറ്റികളെയും തെരഞ്ഞെടുത്തു. ചാവക്കാട് തെക്കേ ബൈപ്പാസിൽ കാർ നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് പാടത്തേക്ക് ചെരിഞ്ഞു. വെള്ളിയാഴ്ച പുലർച്ചെ 4:30-ക്കാണ് സംഭവം. വയലത്തൂരിൽ നിന്ന് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് ഫുട്പാത്തിൽ കയറി പാടത്തേക്ക് താഴുകയായിരുന്നു. ആർക്കും പരിക്കില്ല. ഫുട്പാത്തിലെ കൈവരിയും RD ടയർ സ്ഥാപനത്തിലെ ബാനറും മതിലും തകർന്നു. ഇരുട്ടിൽ ദിശ മനസ്സിലാക്കാൻ കഴിയാതെ നിയന്ത്രണം വിട്ടാണ് അപകടം സംഭവിച്ചതെന്ന് കാർ ഡ്രൈവർ പറഞ്ഞു. ഇലക്ട്രിക് പോസ്റ്റ് തകർന്നതോടെ മേഖലയിൽ വൈദ്യുതി ബന്ധം തകരാറിലായി. KSEB അധികൃതരെത്തി പുതിയ പോസ്റ്റ് സ്ഥാപിക്കുന്ന പ്രവർത്തികൾ തുടങ്ങി. സ്വൈര്യമായി ജീവിക്കാൻ അയൽവാസികളായ ചിലർ അനുവദിക്കുന്നില്ലെന്ന് ആരോപിച്ച് വീട്ടമ്മ രംഗത്ത്. ചൊവ്വന്നൂർ ചോഴിയാട്ടിൽ ഗോപി മകൾ CG സന്ധ്യയാണ് പ്രദേശവാസികളായ ചിലർക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നത്. 6 വർഷം മുൻപാണ് ചൊവ്വന്നൂർ പഞ്ചായത്തിലെ 1-ാം വാർഡ് മഹിളാ റോഡിൽ വീട് വെച്ച് താമസമാക്കിയത്. അക്കാലം മുതൽ തന്നെ ചിലരിൽ നിന്ന് വലിയ എതിർപ്പാണ് നേരിട്ടത്. വീടിന്റെ ചില്ലെറിഞ്ഞ് തകർക്കുക, പ്ലാസ്റ്റിക്കും മറ്റും കൂട്ടിയിട്ട് കത്തിക്കുക, അസഭ്യം പറയുക, അശ്ലീലം കാണിക്കുക തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടുവെന്ന് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. അതായത് കുറച്ച് വർഷങ്ങളായിട്ട് ഞാനൊരു 4-5 വർഷമായി ഇവിടെ ചൊവ്വന്നൂർ താമസിക്കും. അന്നേരങ്ങളിൽ ഈ വീടിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാർ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ, ആദ്യം കല്ലേറ് കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ ആയിരുന്നു. വീട്ടില് കുറെ വേസ്റ്റുകൾ കൊടുന്നിട്ട് അങ്ങനെയായിട്ട് ക്യാമറ വെച്ചു. അതിനുശേഷം പിന്നെ പോലീസും കേസും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയപ്പോ പിന്നെ അവർക്ക് അത് ചെയ്യാൻ പറ്റാണ്ടായപ്പോ ഇപ്പൊ അവർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ കെമിക്കല്. അതായത് ഞാനൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരാളാണ്. ഒരു 2012 മുതൽ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ്. അതുകൊണ്ട് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്റെ വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പൊ ഒരു ആഴ്ചയുടെ യൂണിറ്റ് ഹോസ്പിറ്റലായിരുന്നു. ചെസ്റ്റ് ഇൻഫെക്ഷൻ, ത്രോട്ട് ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട്. അവരുടെ വീടിന്റെ സൈഡിൽ നിന്ന്, വീടിന്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് നിന്ന് ഭയങ്കര കെമിക്കല്, അതായത് ശ്വാസം മുട്ടിക്കുന്ന തരത്തിലുള്ള കെമിക്കലുകളും മണങ്ങളും ഗന്ധങ്ങളൊക്കെ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അബുദാബിയിൽ സ്ഥാപനം നടത്തുന്ന താൻ നാട്ടിലെത്തിച്ചേരുമ്പോഴാണ് തനിക്കെതിരെ ഇത്തരം പ്രവർത്തികൾ ഉണ്ടാകുന്നതെന്ന് സന്ധ്യ പറഞ്ഞു. താൻ അർബുദ രോഗിയാണെന്നും ചികിത്സയ്ക്കായി നാട്ടിലെത്തുമ്പോൾ നേരിടുന്ന ഇത്തരം കുൽസിത പ്രവർത്തനങ്ങൾ കാരണം ജീവിതം വഴിമുട്ടി നിൽക്കുകയാണെന്നും ഇവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഞാൻ വർക്ക് ചെയ്യുന്നത് അബുദാബിയിലാണ്. ഞാനിപ്പോ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് എല്ലാ 3 മാസം വന്നിട്ട് ഞാൻ എന്റെ MRI സ്കാനും ഫോളോ അപ്പും ചെക്കപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇപ്പൊ ലാസ്റ്റ് എന്റെ കീമോ കഴിഞ്ഞിട്ടുള്ള സ്റ്റേജിൽ വീട്ടിൽ റെസ്റ്റ് എടുത്തിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പോ ഒരു 6 മാസത്തിൽ മീതെ ഇപ്പൊ നാട്ടിൽ നിൽക്കണു. ഞാനിപ്പോ ഇനി അടുത്ത 4th ഞാൻ പോവാണ്. അതിന് മുൻപ് തന്നെ എനിക്ക് അവിടെ ഒരു 10 ദിവസം എനിക്കൊന്ന് ഉറങ്ങാൻ, വീട്ടിൽ കിടന്ന് ഉറങ്ങാനുള്ള ഒരു സാഹചര്യം എനിക്ക് എങ്ങനെയാ നിയമത്തിന്റെ മുന്നിൽ ഇനി ഞാൻ പറയേണ്ടത്, എങ്ങനെയാ കാണിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഇത് സംബന്ധിച്ച് പോലീസിലും ആരോഗ്യവകുപ്പിലും തദ്ദേശ സ്ഥാപനത്തിലും ജനപ്രതിനിധികൾക്കും പരാതി നൽകി. എന്നാൽ എതിർകക്ഷികൾക്ക് രാഷ്ട്രീയ സ്വാധീനമുള്ളതിനാൽ തന്റെ പരാതി അവഗണിക്കപ്പെടുകയാണെന്നും ക്യാൻസർ രോഗി കൂടിയായ തനിക്ക് നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്നും ഇവർ വ്യക്തമാക്കി. കേബിളുകൾ സ്ഥാപിക്കാനായി റോഡരികിൽ കുഴിയെടുത്തപ്പോൾ തകർന്ന റോഡുകൾ അറ്റകുറ്റപ്പണി നടത്തിയില്ല. ഇതോടെ റോഡിൽ പലയിടത്തും വലിയ കുഴികളായി. 6 മാസം മുൻപാണ് പാറമ്പാടം ആറ്റുപുറം റോഡിൽ കേബിളുകൾ സ്ഥാപിക്കാൻ കുഴിയെടുത്തത്. യന്ത്രസഹായത്തോടെ റോഡിൽ 20 മീറ്ററോളം അകലത്തിൽ കുഴിയെടുത്താണ് കേബിളുകൾ സ്ഥാപിച്ചത്. കുഴിയെടുത്ത ഭാഗത്ത് താൽക്കാലികമായി മണ്ണിട്ട് മൂടുകയാണ് ചെയ്തത്. മഴയിൽ മണ്ണെല്ലാം ഒലിച്ചുപോയതോടെ റോഡിൽ വലിയ കുഴികളായി. 6 വർഷം മുൻപാണ് കോടികൾ ചെലവിട്ട് പാറമ്പാടം ആറ്റുപുറം റോഡ് നവീകരിച്ചത്. ഈ റോഡിലാണ് വലിയ കുഴികൾ ഉണ്ടായിട്ടുള്ളത്. കുഴികൾ അറ്റകുറ്റപ്പണി ചെയ്യാൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വടക്കേക്കാട് പഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനെതിരെ CPM നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. പഞ്ചായത്തിന് മുൻപിൽ നടന്ന ധർണ CPM ഏരിയ സെക്രട്ടറി T ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രുക്മിയ സുധീർ അധ്യക്ഷത വഹിച്ചു. V വിനോദ്, ഷംസു കല്ലൂർ, ബിജു പള്ളിക്കര തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് ശ്മശാനത്തിന്റെ നിർമ്മാണത്തിന്റെ സ്തംഭനാവസ്ഥയിലും കല്ലൂർ LP സ്കൂളിന് സ്വന്തമായി സ്ഥലമില്ലാത്തതിലും പഞ്ചായത്തിൽ പകൽ വീട്, കമ്മ്യൂണിറ്റി ഹാൾ എന്നിവ ഇല്ലാത്തതിലും പ്രതിഷേധിച്ചാണ് ധർണ നടത്തിയത്. മുണ്ടൂർ വെളപ്പായ കനാൽ പാലത്തിന് സമീപം ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർ മരിച്ചു. വെളപ്പായ ആക്കോടിക്കാവ് മൂന്നന്നൂർ രുക്മണിയുടെ മകൻ 55 വയസ്സുള്ള ഗോപിയാണ് മരിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു അപകടം. ഗോപി ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷയുടെ പിൻവശത്ത് കാറിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട് മറിഞ്ഞ ഓട്ടോയുടെ അടിയിൽ ഗോപി കുടുങ്ങി. ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. വാരിയെല്ല് തകർന്ന് ആന്തരികാവയവങ്ങൾക്ക് ക്ഷതം സംഭവിച്ചതാണ് മരണകാരണമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. മെഡിക്കൽ കോളേജ് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. സംസ്കാരം ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3-ന് പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടക്കും. ഇന്ദിര ഭാര്യയും രേഷ്മ, രഞ്ജിത്ത് എന്നിവർ മക്കളുമാണ്.
പുന്നിയൂർ പഞ്ചായത്ത് 16-ാം വാർഡിൽ വെള്ളക്കെട്ട് കാരണം തകർന്ന റോഡിനോട് ചേർന്ന് മുട്ടോളം വെള്ളത്തിൽ കാന പണിയാൻ ശ്രമമെന്ന ആക്ഷേപം. നാട്ടുകാർ ചേർന്ന് ചോദ്യം ചെയ്തതോടെ പ്രവൃത്തി നിർത്തിവെച്ചു. മഴ വന്നപ്പോൾ ഒലിച്ചുപോയ ഒറ്റയനി റോഡിന്റെ അവസ്ഥ വരാതിരിക്കാനാണ് ഇടപെട്ടതെന്ന് നാട്ടുകാർ പറഞ്ഞു. അമ്മമാർക്ക് ഓണപ്പുടവയും കിറ്റും പെൻഷനും നൽകി തിരുവെങ്കിടം സുഹൃതം ഓണം ആഘോഷിച്ചു. നടൻ മീനരാജ് രാഘവൻ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സുഹൃതം പ്രസിഡന്റ് CD ജോൺസൺ അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകൻ VP ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയായി. ബാലൻ വാർനാട്ട് ആമുഖ പ്രഭാഷണം നടത്തി. നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശൈലജ സുധൻ, സ്റ്റീഫൻ ജോസ്, ലിജിത് തറകൻ, വരുണൻ കൊപ്പര, രഞ്ജിത്ത് പണിക്കശ്ശേരി, പ്രഭാകരമാര, ജോസ് പോൾ, രാജൻ പുഷ്പാഞ്ജലി, ലോറൻസ് നീലങ്കാവിൽ, ജെൻസൺ തുടങ്ങിയവർ സംസാരിച്ചു. ലയൺസ് ക്ലബ് പ്രസിഡന്റ് സന്തോഷ് ജാക്കിനെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശൈലജ സുധൻ പൊന്നാട അണിയിച്ച് ആദരിച്ചു. നഗരസഭയുടെ മാധ്യമ പുരസ്കാരം നേടിയ ലിജിത് തറകനെ VP ഉണ്ണികൃഷ്ണൻ പൊന്നാട അണിയിച്ചു. ചലച്ചിത്ര പ്രവർത്തകൻ സുജിത് കുമാറിനെയും ചടങ്ങിൽ ആദരിച്ചു. പിറന്നാൾ ആഘോഷിക്കുന്ന ബാലൻ വാർനാട്ടിന് ഉപഹാരം സമ്മാനിച്ചു. ഓണസദ്യയും ഉണ്ടായിരുന്നു. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കടങ്ങോട് പഞ്ചായത്തിലെ 13-ാം വാർഡിലെ 2-ാം നമ്പർ പോളിംഗ് ബൂത്ത് മാറ്റി നിശ്ചയിക്കണമെന്ന് മുൻ വാർഡ് മെമ്പർ PC ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ബൂത്തിലെ 100 കണക്കിന് വോട്ടർമാർ ഒപ്പിട്ട നിവേദനം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും കളക്ടർക്കും സമർപ്പിച്ചിട്ടുണ്ടെന്നും നേതാക്കൾ വ്യക്തമാക്കി. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ 13-ാം വാർഡ് 2-ാം നമ്പർ ബൂത്തിലെ എയ്യാൽ പ്രദേശത്തുള്ളവർക്ക് വെള്ളറക്കാട് ആദൂർ PHC സബ് സെന്ററാണ് പോളിംഗ് ബൂത്തായി നിശ്ചയിച്ചിരിക്കുന്നത്. എയ്യാലിൽ നിന്ന് 3 കിലോമീറ്റർ അകലത്തിൽ ഒരു പാടശേഖരവും കടന്ന് സഞ്ചരിച്ചാലേ വോട്ടർമാർക്ക് ബൂത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതെയാണ് വെള്ളറക്കാട്, ആദൂർ, വെള്ളത്തേരി, എയ്യാൽ എന്നീ 4 ദേശങ്ങൾ ഉൾപ്പെടുന്ന വാർഡ് രൂപീകരിച്ചിട്ടുള്ളത്. PHC സബ് സെന്ററിലെ ബൂത്തിൽ വരുന്ന ആകെയുള്ള 664 വോട്ടർമാരിൽ 479 പേർ എയ്യാൽ ഭാഗത്തു നിന്നും, 86 വോട്ടർമാർ ആദൂർ ഭാഗത്തു നിന്നും, 99 വോട്ടർമാർ വെള്ളറക്കാട് നിന്നുള്ളവരുമാണ്. വെള്ളറക്കാടുള്ള 1-ാം നമ്പർ പോളിംഗ് ബൂത്തായ VSUP സ്കൂളിന് സമീപത്ത് താമസിക്കുന്ന 99 വോട്ടർമാർ 2 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത് വേണം ആദൂർ PHC സെന്ററിലെത്താൻ. വെള്ളറക്കാട് ഭാഗത്തു നിന്നുള്ള 99 വോട്ടർമാർക്ക് വെള്ളറക്കാട് സ്കൂളിലും എയ്യാൽ ആദൂർ ഭാഗത്തെ വോട്ടർമാർക്ക് എയ്യാൽ നിർമ്മല കോൺവെന്റ് സ്കൂളിലും ബൂത്ത് അനുവദിക്കണമെന്ന മുൻ പഞ്ചായത്ത് അംഗങ്ങളും UDF നേതാക്കളും ആവശ്യപ്പെട്ടു. അതിനാൽ വെള്ളറക്കാട് പ്രദേശത്തുള്ളവരുടെയും എയ്യാൽ പ്രദേശത്തുള്ളവരുടെയും ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായി വെള്ളറക്കാട് ഭാഗത്തു നിന്നും ആദൂർ PHC സബ് സെന്റർ ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ വരുന്ന 99 പേര് വെള്ളറക്കാട് VSUP സ്കൂളിലെ 1-ാം നമ്പർ ബൂത്തിലേക്കും 479 വോട്ടർമാർ വരുന്ന എയ്യാൽ ഭാഗത്തെയും 86 വോട്ടർമാർ വരുന്ന ആദൂർ ഭാഗത്തെയും ഒരുമിച്ച് ചേർത്ത് വെള്ളം, വെളിച്ചം, ബാത്റൂം തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളുമുള്ള എയ്യാൽ നിർമ്മല മാതാ കോൺവെന്റ് സ്കൂളിലേക്കോ എയ്യാൽ ജുമാ മസ്ജിദ് മദ്രസ സ്കൂളിലേക്കോ മാറ്റി നിശ്ചയിച്ച് തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മുൻ വാർഡ് മെമ്പറും കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായ PC ഗോപാലകൃഷ്ണൻ, കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം, UDF മണ്ഡലം ചെയർമാൻ സജീവ് ചാത്തനാത്ത്, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയും മുൻ മെമ്പറുമായ ജെസി വിൽസൺ, എയ്യാൽ ബൂത്ത് പ്രസിഡന്റ് KM മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു. പോളിംഗ് ബൂത്തുകളുടെ അശാസ്ത്രീയത സംബന്ധിച്ച് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നെങ്കിലും ഭരണകക്ഷി സമ്മർദ്ദം മൂലം പരിഹാരമുണ്ടായില്ലെന്നും നേതാക്കൾ ആരോപിച്ചു. തൃശൂർ നോർത്ത് ജില്ലാ SC മോർച്ച പ്രസിഡന്റായി അഭിലാഷ് തയ്യൂരിനെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ തെരഞ്ഞെടുത്തു. വേലൂർ പഞ്ചായത്തിലെ തയ്യൂരാണ് സ്വദേശം. കഴിഞ്ഞ തവണ എരുമപ്പെട്ടി ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ NDA സ്ഥാനാർത്ഥിയായിരുന്നു. BJP വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, SC മോർച്ച വേലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ്, കുന്നംകുളം മണ്ഡലം SC മോർച്ച പ്രസിഡന്റ് എന്നീ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. മേളപ്രമാണി ചൊവ്വല്ലൂർ മോഹന വാര്യർക്ക് വാദ്യകലാകാരന്മാരുടെയും ആസ്വാദകരുടെയും കൂട്ടായ്മ വീരശൃംഖല സമ്മാനിച്ചു. ഗുരുവായൂർ ടൗൺ ഹാളിൽ നടത്തിയ ആദര ചടങ്ങ് കഥകളി കുലപതി കലാമണ്ഡലം ഗോപി ഉദ്ഘാടനം ചെയ്തു. തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ PM വാര്യർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സാമൂതിരിയുടെ പ്രതിനിധി ഗിരിധർ വർമ്മ മോഹന വാര്യരെ വീരശൃംഖല അണിയിച്ചു. മേളപ്രമാണിമാരായ മട്ടന്നൂർ ശങ്കരൻകുട്ടിയും പെരുവനം കുട്ടന്മാരാരും ചേർന്ന് മോഹന വാര്യർക്ക് ഉപഹാരവും നൽകി. മുതിർന്ന മേള കലാകാരൻ കിഴക്കൂട്ട് അനിയന്മാരാർ കീർത്തിചക്രവും നാഗസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കർ കീർത്തിശംഖും സമ്മാനിച്ചു. മമ്മിയൂർ ദേവസ്വം ചെയർമാൻ GK പ്രകാശൻ, പാർമേക്കാവ് ദേവസ്വം സെക്രട്ടറി G രാജേഷ് കുമാർ, NP വിജയകൃഷ്ണൻ, V കലാധരൻ, ജയരാജ് വാര്യർ, അന്തിക്കാട് പത്മനാഭൻ, VP ഉണ്ണികൃഷ്ണൻ,
കല്ലൂർ ഉണ്ണികൃഷ്ണൻ, ഗുരുവായൂർ മുരളി തുടങ്ങിയവർ സംസാരിച്ചു. രാത്രി മട്ടന്നൂർ ശങ്കരൻകുട്ടിയും മക്കളായ മട്ടന്നൂർ ശ്രീകാന്തും മട്ടന്നൂർ ശ്രീരാജും ചേർന്ന് തായമ്പക അവതരിപ്പിച്ചു. വൈകിട്ട് ഗുരുവായൂർ ടൗൺഹാളിൽ പകൽ മുഴുവൻ നീണ്ട കലാപരിപാടികളുടെ ഉദ്ഘാടനം ചൊവ്വലൂർ ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി നിർവഹിച്ചു. കല്ലൂർ രാമൻകുട്ടി മാരാർ, കലാമണ്ഡലം രാജൻ, കോട്ടപ്പടി സന്തോഷ് മാരാർ, ചൊവ്വലൂർ മോഹനൻ നായർ, കാക്കയൂർ അപ്പുകുട്ടൻ മാരാർ, വെള്ളിത്തിരുത്തി ഉണ്ണിനായർ, കലാമണ്ഡലം ഹരിനാരായണൻ, മച്ചാട് ഉണ്ണിനായർ, ചെമ്മന്തിട്ട നാരായണൻ നായർ എന്നിവരെ ആദരിച്ചു. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ കെ.ബി. മോഹൻദാസ് അധ്യക്ഷനായി. കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, കഥകളി പദ കച്ചേരി, കേളി, തിരുവാതിരക്കളി എന്നിവ അരങ്ങേറി. വൈകിട്ട് മഞ്ജുളാൽ പരിസരത്തു നിന്നും പരിഷവാദ്യത്തോടെ ഘോഷയാത്രയും ഉണ്ടായി. ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ കാൽ കഴുകിയുള്ള റീൽസ് ചിത്രീകരണത്തിൽ യുവതിക്കെതിരെ ദേവസ്വം പരാതി നൽകി. ക്ഷേത്രത്തിന്റെ തീർത്ഥക്കുളത്തിൽ കാൽ കഴുകിയുള്ള റീൽസ് ചിത്രീകരണത്തിനെതിരെയാണ് ടെമ്പിൾ പോലീസിൽ ദേവസ്വം പരാതി നൽകിയത്. ജാസ്മിൻ ജാഫർ എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴിയാണ് റീൽസ് പോസ്റ്റ് ചെയ്തത്. ക്ഷേത്രത്തിന്റെ ഭാഗമെന്ന നിലയ്ക്ക് ക്ഷേത്രക്കുളത്തിൽ വീഡിയോ ചിത്രീകരണത്തിന് വിലക്കുണ്ട്. അഹിന്ദുക്കൾക്ക് കുളത്തിലിറങ്ങാൻ അനുമതിയുമില്ല. അനുമതിയില്ലാതെ റീൽസ് ചിത്രീകരിച്ചതിനെതിരെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പരാതി നൽകി. 3 ദിവസം മുൻപാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത്. കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഫൈസൽ കാഞ്ഞിരപ്പള്ളിയെ ജില്ലാ നേതൃത്വം നീക്കം ചെയ്ത നടപടി പുനഃപരിശോധിക്കണമെന്ന് മണ്ഡലം കമ്മിറ്റി യോഗം സംസ്ഥാന നേതൃത്വത്തിനോട് ആവശ്യപ്പെട്ടു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തിയിരുന്ന ഫൈസൽ കാഞ്ഞിരപ്പള്ളിയെ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്നത് പാർട്ടിക്ക് ദോഷം വരുത്തുമെന്നും യോഗം വിലയിരുത്തി. DCCയുടെ നടപടി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടാണ് KPCCക്ക് അപേക്ഷ നൽകിയത്. യോഗത്തിൽ കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആഷിഖ് ഖാദിരി അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തലയിൽ മാരകമായി പരിക്കേറ്റ യാത്രക്കാർക്കും നാട്ടുകാർക്കും ശല്യമായി അലഞ്ഞു നടന്നിരുന്ന നായയെ നാട്ടുകാർ പിടികൂടി പാലക്കാട് ഡോഗ് റെസ്ക്യൂ ടീമിന് കൈമാറി. ഡോഗ് റെസ്ക്യൂ ടീം അംഗം പ്രദീപ് തയ്യൂർ, ആറങ്ങോട്ടുകര സ്വകാര്യ സ്ഥാപനത്തിലെ തൊഴിലാളി NB സനൂഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രദേശവാസികളായ അൻസിൽ, മറ്റ് കയറ്റിറക്ക് തൊഴിലാളികൾ എന്നിവർ ചേർന്നാണ് നായയെ പിടികൂടിയത്. വട്ടംകുളം പുരമുണ്ടക്കോട് മേഖലയിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമായതോടെ ബുദ്ധിമുട്ടിലായി കർഷകർ. പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ കൃഷിയിടങ്ങളിലെത്തുന്ന പന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുകയാണ്. കാവലിരുന്നാലും കണ്ണുവെട്ടിച്ച് കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുമെന്ന് കർഷകർ പറഞ്ഞു. വെള്ളിയാഴ്ച രാവിലെ കാട്ടുപന്നികൾ കൂട്ടത്തോടെ പുരമുണ്ടക്കോട് ഭാഗത്തുള്ള പാടശേഖരത്തിൽ എത്തിയ വീഡിയോ ദൃശ്യങ്ങൾ കർഷകർ പകർത്തി ബന്ധപ്പെട്ട അധികൃതർക്ക് നൽകിയിട്ടുണ്ട്. അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബയോ ബാങ്കിങ്ങിൽ ഡോക്ടറേറ്റ് സ്വന്തമാക്കിയ തിരുവത്തറ കുഞ്ചേരി സ്വദേശിനി ഡോക്ടർ ബിന്ദുവിനെ ദേശാഭിമാനി വായനശാല ആദരിച്ചു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉപഹാരം സമ്മാനിച്ചു. CPM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KH സലാം, TM ദിലീപ്, VG സഹദേവൻ, KR ആനന്ദൻ, ബ്രാഞ്ച് സെക്രട്ടറി MR ലോഹിതാക്ഷൻ, വായനശാല പ്രസിഡന്റ് MG കിരൺ തുടങ്ങിയവർ പങ്കെടുത്തു. പരേതനായ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന KT അപ്പുകുട്ടന്റെ മകൻ ശോഭിയുടെ ഭാര്യയാണ് ബിന്ദു. പീഡന ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വിവിധങ്ങളിൽ പ്രകടനങ്ങളും പ്രതിഷേധ യോഗവും നടന്നു. വിശദാംശങ്ങളിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കുന്നംകുളം ഏരിയ കമ്മിറ്റി നഗരത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പഴയ ബസ് സ്റ്റാൻഡ് സമീപത്തെ ടാക്സി സ്റ്റാൻഡിൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന പൊതുയോഗം ജില്ലാ കമ്മിറ്റി അംഗം സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് പുഷ്പ ജോൺ അധ്യക്ഷയായി. ഏരിയ സെക്രട്ടറി പത്മം വേണുഗോപാൽ, നേതാക്കളായ രേഖ സുനിൽ, ആൻസി വില്യംസ്, പ്രിയ സജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. DYFI കുന്നംകുളം ഈസ്റ്റ് വെസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റികൾ സംയുക്തമായി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനം പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഈസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി KA സൈഫുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. വെസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി ഷിനോസ് കരിക്കാട് അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ NS ജിഷ്ണു, അഖില മുകേഷ്, വെസ്റ്റ് ബ്ലോക്ക് പ്രസിഡന്റ് PA യദുകൃഷ്ണ, ഈസ്റ്റ് ബ്ലോക്ക് ട്രഷറർ അഖിൽ കാണിപ്പയൂർ, ജിജിൻ പൈനിത്തടം, ഹസൻ കല്ലുംപുറം, KR രജീഷ്, ഗോപകുമാർ, നിധിൻ വിജയൻ എന്നിവർ സംസാരിച്ചു. അശ്ലീല സന്ദേശ വിവാദത്തിൽ രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനവും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പെരുമ്പിലാവ് സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടത്തി. തുടർന്ന് നടന്ന യോഗം ഈസ്റ്റ് മേഖല പ്രസിഡന്റ് സുധീഷ് ഉദ്ഘാടനം ചെയ്തു. വെസ്റ്റ് മേഖല പ്രസിഡന്റ് അംബിക അനിൽ അധ്യക്ഷത വഹിച്ചു. വെസ്റ്റ് മേഖല സെക്രട്ടറി പ്രീഷ്, വൈസ് പ്രസിഡന്റ് TV സത്യൻ,
പ്രവർത്തകരായ ശങ്കരനാരായണൻ, അനിൽകുമാർ, സി മോഹനൻ, സുരേഷ്, നികേഷ്, രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും കോലം കത്തിച്ച് പ്രതിഷേധവും സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് എറിൻ ആന്റണി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം KS അനൂപ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഹസൻ, മുബാറക്, TG രഹന, KU ജാബിർ, KS വിഷ്ണു, K പ്രജീഷ് എന്നിവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ എരുമപ്പെട്ടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മങ്ങാട് സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മഹേഷ് ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി മേഖലാ പ്രസിഡന്റ് VV വിവേക് അധ്യക്ഷനായി. മേഖലാ സെക്രട്ടറി MV വിനീത്, ജോയിന്റ് സെക്രട്ടറി ഷിജിത്ത് എന്നിവർ സംസാരിച്ചു. അംഗങ്ങളായ അഖിൽ, ജിത്തു, വൈശാഖ്, ജസ്റ്റിൻ എന്നിവർ നേതൃത്വം നൽകി. പീഡനാരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP എരുമപ്പെട്ടിയിൽ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. എരുമപ്പെട്ടി പഞ്ചായത്ത് ഇൻചാർജ് രാജേഷ് കുട്ടഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി മനീഷ് മങ്ങാട് അധ്യക്ഷനായി. മണ്ഡലം ജനറൽ സെക്രട്ടറി വിഷ്ണു അമ്പാടി, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ സതീശൻ ചേറ്റൂട്ടി, പ്രവീൺ ചിറ്റണ്ട എന്നിവർ സംസാരിച്ചു. നേതാക്കളായ ആനന്ദൻ കുടുംബ്, ജോജു കുളങ്ങാടൻ, ഉദയൻ വന്ദന, സുരേഷ് കുന്നത്തേരി, NS ബാലൻ, ആനന്ദൻ കുട്ടഞ്ചേരി, അഖിൽ കുട്ടഞ്ചേരി എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ഡിവൈഎഫ്ഐ കുണ്ടന്നൂർ മേഖലാ കമ്മിറ്റി പന്തംകൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് KR പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. മേഖലാ ട്രഷറർ നന്ദന കൃഷ്ണ അധ്യക്ഷനായി. CPM എരുമപ്പെട്ടി ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി M നന്ദീഷ്, ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി മിഥുൻലാൽ, വൈസ് പ്രസിഡന്റ് KK ജിതിൻ എന്നിവർ സംസാരിച്ചു. CR സനോജ്, US അശ്വിൻ എന്നിവർ നേതൃത്വം നൽകി. BJP കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. കേരളനാടിന് അപമാനമായ രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെച്ച് പുറത്തുപോകാൻ തയ്യാറായില്ലെങ്കിൽ കേരളത്തിലെ സ്ത്രീകൾ ചൂലുകൊണ്ട് അടിച്ച് പുറത്താക്കുമെന്ന് പ്രതിഷേധയോഗം ഉദ്ഘാടനം ചെയ്ത BJP എരുമപ്പെട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി VM സുരേന്ദ്രൻ അറിയിച്ചു. BJP കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജനു വെള്ളറക്കാട് അധ്യക്ഷനായി. BJP പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി രാജേഷ് എയ്യാൽ, സുഭാഷ് ആദൂർ, അഭിലാഷ് കടങ്ങോട്, ധനീഷ് MV തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. വെള്ളറക്കാട് മനപ്പടിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം പന്നിത്തടം സെന്ററിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോലം കത്തിച്ചുകൊണ്ട് സമാപിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ ഇരിങ്ങപ്പുറം മേഖലാ സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം KR സീത ഉദ്ഘാടനം ചെയ്തു. ദീപ ബാബു, ഉഷാദേവി, കല എന്നിവർ അടങ്ങിയ പ്രസിഡിയം സമ്മേളനം നിയന്ത്രിച്ചു. സിനീഷ, സജിത എന്നിവർ പ്രമേയം അവതരിപ്പിച്ചു. സെക്രട്ടറി സ്മിത സജീവൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഷീജ പ്രശാന്ത്, സംഘാടക സമിതി ചെയർമാൻ TB ദയാനന്ദൻ, ഏരിയ സെക്രട്ടറി ഷൈനി ഷാജി, ഏരിയ ജോയിന്റ് സെക്രട്ടറി ബിബിത മോഹൻ, ഏരിയ കമ്മിറ്റി അംഗം മാലിനി ഗായത്രി, ലിസി ബൈജു, ശകുന്തള, സുമാരവി, CPM ഏരിയ കമ്മിറ്റി അംഗം KV വിവിധ, ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് KS അനൂപ് എന്നിവർ സംസാരിച്ചു. വല്ലപ്പുഴയിലെ റോഡുകളിലെ കുഴികൾ അടച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പാതയിലെ വലിയ കുഴികളാണ് ശ്രമദാനത്തിലൂടെ ഗതാഗത യോഗ്യമാക്കിയത്. വല്ലപ്പുഴയിലൂടെ കടന്നുപോകുന്ന പാതകളിലെ റോഡിലെ കുഴികൾ താൽക്കാലികമായി അടച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. യൂത്ത് കോൺഗ്രസിന്റെയും വല്ലപ്പുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ശ്രമദാനത്തിലൂടെ റോഡിലെ കുഴികൾ അടച്ചത്. വല്ലപ്പുഴ യാറം, വല്ലപ്പുഴ ഗേറ്റ്, പഞ്ചായത്ത് പടി എന്നിവിടങ്ങളിൽ പൊട്ടിപ്പൊളിഞ്ഞു കിടന്നിരുന്ന റോഡാണ് അടച്ചത്. വലിയ കുഴികൾ രൂപപ്പെട്ട റോഡിൽ അപകട ഭീഷണി നിലനിൽക്കുന്നുണ്ടായിരുന്നു. നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയിലെ റോഡ് തകർച്ചയ്ക്ക് അധികൃതർ നടപടിയെടുക്കാത്ത സാഹചര്യത്തിലായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ശ്രമദാനത്തിലൂടെ കുഴികൾ അടയ്ക്കുന്ന പ്രവൃത്തികൾ നടപ്പാക്കിയത്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് യൂസഫ് കൊറവട്ടൂർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സെയ്ദ് കോടനാട്, നാസർ ചൂരക്കോട്, ഹക്കീം ചൂരക്കോട്, മൻസൂർ ചൂരക്കോട്, നിസാർ വല്ലപ്പുഴ, അബ്രു മാട്ടായ, സുബൈർ ചൂരക്കോട്, അജ്മൽ P സമദ് എന്നിവർ നേതൃത്വം നൽകി. വളരെയധികം ഈ നാട്ടുകാർക്ക് ഉപകാരപ്രദമാവുന്ന വിധത്തിലുള്ള രീതിയിൽ ഈ നാട്ടിൽ റബ്ബറൈസ് ചെയ്ത ആദ്യത്തെ റോഡായി കടന്നിരുന്നതാണ്. അതിനുശേഷം ഇപ്പോൾ 50 വർഷക്കാലം പിന്നിട്ടും ഇന്നത്തെ അധികാരികളിൽ ഈ റോഡ് ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇതിന് മുന്നേ ഇന്നത്തെ ഭരണകർത്താക്കളുടെ ജില്ലാ സമ്മേളനം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു കേടും നിലവിലില്ലാത്ത റോഡ് അവിടെ ഇവിടെയും പാച്ച് ചെയ്ത് പരിപൂർണമായി തകർച്ചയിലാക്കിയ അവസ്ഥയിലാണ് ഇന്ന് റോഡുള്ളത്. ആ റോഡിലെ ഈ ജനങ്ങളുടെ ദുരിതാവസ്ഥ ഏറ്റെടുത്തുകൊണ്ടാണ് വല്ലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഇന്ന് ജനങ്ങളുടെ ദുരിതം പരിഹരിക്കുന്നതിന് വേണ്ടി താൽക്കാലികമായി കുഴിയടക്കി ഇന്നത്തെ റോഡ് ഗതാഗത യോഗ്യമാക്കാൻ പഞ്ചായത്തിലേക്കാണ്. അതുപോലെ തന്നെ വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലെയും ഗ്രാമീണ റോഡുകൾ ഇതിലും വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് ഇന്ന് നിലവിൽ. നിരവധി തവണ പരാതി കൊടുത്തിട്ടും ഈ റോഡിന് യാതൊരു പ്രശ്നപരിഹാരം കാണാതെ, അതുകൊണ്ടാണ് ഈ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് മുന്നിട്ടിറങ്ങിയത്. അതിന് പാർട്ടിയുടെ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യാണ്.
മണ്ഡലം കമ്മിറ്റിയുടെ എല്ലാ പിന്തുണയും ഈ പരിപാടിക്ക് ഞങ്ങൾ പിന്തുണ കൊടുക്കുകയാണ്. അതോടൊപ്പം പല തവണ ഇവിടെ നിരന്തരം അപകടങ്ങൾ ഉണ്ടായിട്ടും അധികൃതർ ശ്രദ്ധിക്കാതെ പോയിക്കൊണ്ടിരിക്കുക. പഴഞ്ഞി ഇമ്മാനുവൽ മാർത്തോമ പള്ളിയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ക്യാൻസർ രോഗ ബോധവൽക്കരണ ക്ലാസും ഞായറാഴ്ച നടക്കും. കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയുടെ സഹകരണത്തോടെ രാവിലെ 11 മണി മുതൽ നടക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം മലങ്കര ഹോസ്പിറ്റൽ സെക്രട്ടറി KP സാക്സൺ നിർവഹിക്കും. റവറന്റ് അനു ഉമ്മന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ക്യാമ്പിൽ ഡോക്ടർ എലിസബത്ത് ജോസ് ക്യാൻസർ രോഗ ബോധവൽക്കരണ ക്ലാസ് നയിക്കും. ജനറൽ മെഡിസിൻ, ഓർത്തോ, ഡയറ്റീഷ്യൻ, പൾമനോളജി, ഓങ്കോളജി എന്നീ വിഭാഗങ്ങളിൽ പരിശോധനകളുണ്ടാകും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 95 44 26 0018, മറ്റൊരു നമ്പർ 97 47 22 57 75 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പറുകൾ ആവർത്തിക്കാം: 95 44 26 0018, മറ്റൊരു നമ്പർ 97 47 22 57 75. പരമ്പരാഗതവും ശാസ്ത്രീയവുമായ രീതികൾ സംയോജിപ്പിച്ചുകൊണ്ട് മികച്ച രീതിയിൽ കൃഷി ചെയ്യുന്ന തൊഴിയൂർ വൈശ്യം വീട്ടിൽ റഷീദിനെ പ്രകൃതി സംരക്ഷണ സംഘം ആദരിച്ചു. സാമൂഹിക സാംസ്കാരിക പ്രവർത്തകൻ കരീം പന്നിത്തടം ഉപഹാരം സമ്മാനിച്ചു. തൊഴിയൂർ ഹൈടെക് ഫാമിൽ നടന്ന സമാദരണ സദസ്സിൽ പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി, സ്റ്റേറ്റ് കോർഡിനേറ്റർ N ഷാജി തോമസ് എന്നിവർ പങ്കെടുത്തു. യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ടൈലർ തൊഴിലാളിയായ വട്ടമാവ് കൊടമരക്കുന്ന് തേരിൽ കൃഷ്ണൻകുട്ടി മകൻ അനീഷിനെയാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 40 വയസ്സായിരുന്നു. വ്യാഴാഴ്ച വൈകിട്ട് 5:30യോടെയാണ് സംഭവം. ജോലി കഴിഞ്ഞെത്തിയ അനീഷിന്റെ മാതാവാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ അനീഷിനെ തൂങ്ങിയ നിലയിൽ കണ്ടത്. നാട്ടുകാർ ചേർന്ന് അൻസാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ദേവയാനി മാതാവും അനിത സഹോദരിയുമാണ്. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9215 രൂപ. സ്വർണം പവന് 73720 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 122 രൂപ. ചർമ്മം വാഗ ചേലൂർ ചെറുവത്തൂർ പൗലോസ് മകൻ ശാന്തൻ നിര്യാതനായി. 73 വയസ്സായിരുന്നു. സംസ്കാരം മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ നടന്നു. ലീന ഭാര്യയും ശാലി പരേതനായ ശാലിഷ് സ്റ്റാൻലി എന്നിവർ മക്കളുമാണ്. എരുമപ്പെട്ടി മങ്ങാട് പുത്തൂർ ദേവസി ജൻസൺ നിര്യാതനായി. 60 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 9:30 മങ്ങാട് സെന്റ് ജോർജ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. എരുമപ്പെട്ടി കുണ്ടന്നൂർ വെള്ളക്കുന്ന് നഗറിൽ ചീരാത്ത് കൃഷ്ണ നിര്യാതനായി. 69 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 9-ന് ചെറുതുരുത്തി പുണ്യതീരത്ത് നടക്കും. ദീപ, വിപിൻ എന്നിവർ മക്കളാണ്. ചാട്ടുകുളം മണ്ടുംപാല പരേതനായ വറീദ് മകൻ അന്തോണി നിര്യാതനായി. 87 വയസ്സായിരുന്നു. വെറോണിക്കയാണ് ഭാര്യ. ആനി, വർഗീസ്, റീന, ജോസഫ്, ഫാദർ മാർട്ടിൻ മണ്ടുംപാല, ജസ്റ്റിൻ എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും ജുഡീഷ്യറിയുടെ മേൽനോട്ടത്തിൽ തെരഞ്ഞെടുപ്പുകൾ നടത്തണമെന്നും KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ. വോട്ട് കൊള്ളയ്ക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ് പാർട്ടി ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ച് TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ ശാസ്ത്ര ഗണിതശാസ്ത്ര IT പ്രവൃത്തി പരിചയമേള സെപ്റ്റംബർ 22-23 തീയതികളിലായി പഴഞ്ഞിയിൽ ഒരുക്കങ്ങളാകുന്നു. മേളയുടെ സുഗമമായ നടത്തിപ്പിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. സൗര്യമായി ജീവിക്കാൻ അയൽവാസികളായി ചിലർ അനുവദിക്കുന്നില്ലെന്ന് ആരോപിച്ച് വീട്ടമ്മ രംഗത്ത്. ചൊവ്വന്നൂർ ചോഴിയാട്ടിൽ ഗോപി മകൾ CG സന്ധ്യയാണ് പ്രദേശവാസികളായി ചിലർക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നത്. രാഷ്ട്രീയ സ്വാധീനമുള്ള എതിർകക്ഷി തന്റെ പരാതികൾ അട്ടിമറിക്കുന്നുവെന്നും സന്ധ്യ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.